നമസ്കാരം. ഷവർലെറ്റിൻ്റെ തവേര വാഹനം ഓടിക്കുന്ന എല്ലാ ഡ്രൈവർമാരും വാഹന ഉടമകളും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും ചെയ്യുന്നത്. പലരും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഈ കാണുന്ന പമ്പിൻ്റെ ഈ വരുന്ന ഓയിൽ സർക്കുലേഷൻ നടക്കുന്ന പൈപ്പ്. ഈ പൈപ്പ് കൂടാതെ തന്നെ ഈ ഓയിൽ സർക്കുലേഷൻ നടക്കുന്ന ടാങ്കിൻ്റെ ഭാഗത്ത് നിന്നും അതുപോലെ തന്നെ ഈ പൈപ്പിൻ്റെ ഭാഗത്തു നിന്നെല്ലാം ഓയിൽ കനിവ് പല വാഹനത്തിലും നിലവിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സാഹചര്യം എന്താണ്, അല്ലെങ്കിൽ ഈ പൈപ്പ് മാറുവാനായിട്ട് സാധിക്കുമോ, അല്ലെങ്കിൽ വേറൊരു പൈപ്പ് ജോയിൻറ്റ് ചെയ്ത് ഇടുന്നത് കൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള തകരാറോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പീരിയോഡിക്കലായിട്ട് ഇതിൻ്റെ ഓയിൽ മാറാത്തതാണ് പ്രധാന കാരണം. ഓരോ 40,000 കിലോമീറ്റർ കൂടുന്തോറും അല്ലെങ്കിൽ ഒരു 30,000 കിലോമീറ്റർ കൂടുന്തോറും പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓയിൽ മാറുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതുപോലെ തന്നെ ഫിൽറ്റർ അടഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഈ ഓയിൽ പീരിയോഡിക്കലായിട്ട് മാറിയില്ലെങ്കിലോ ഇതുപോലെയുള്ള ഓയിൽ സർക്കുലേഷൻ നടക്കുന്ന പൈപ്പുകളും മറ്റ് ഭാഗങ്ങളും എല്ലാം ബ്ലോക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. ബ്ലോക്ക് വരുമ്പോഴാണ് ആ പ്രഷർ കയറിയിട്ട് ഈ പൈപ്പിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ലീക്ക് വരുന്നതും ഇതൊക്കെ ഇവിടെ നിന്നൊക്കെ ഇളകി പോകുന്നതും. ഓക്കെ, അപ്പോൾ അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പലരും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഈ പൈപ്പ് ഈ ലീക്ക് വരുന്ന ഭാഗം ഒഴിച്ചിട്ട് വേറൊരു പൈപ്പ് ജോയിൻ്റ് ചെയ്തിട്ട് ഹൈഡ്രോളിക് പ്രസ് ചെയ്ത് ഇടാമോ? അത് നമ്മുടെ JCBക്കും അതുപോലെ തന്നെ ഹിറ്റാച്ചിക്കൊക്കെ വരുന്ന രീതിയിലുള്ള ആ ഒരു ഹൈഡ്രോളിക് പ്രസ് ചെയ്തിടുന്ന രീതിയിൽ ഇതിന് ചെയ്യാമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, പക്ഷേ എന്നാൽ പോലും എത്ര കാലത്തോളം അതിന് ലൈഫ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു രീതിയിലുള്ള ഉറപ്പും പറയുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. നിലവിൽ ഈ വരുന്ന ലൈന് പൈപ്പുകൾക്കെല്ലാം 1,500 തുടങ്ങി 2,500 രൂപ വരെ മാർക്കറ്റിൽ വിലയുണ്ട്. അപ്പോൾ വാങ്ങിക്കുന്ന സ്ഥലത്ത് പല സ്ഥലത്തും പല റേറ്റാണ്. അപ്പോൾ നമുക്കത് വ്യക്തമായിട്ട് അത് പറഞ്ഞു തരാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പീരിയോഡിക്കലായിട്ട് ഈ വരുന്ന ഓയിൽ, പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓയിൽ വരും ഡെക്സ്ട്രോൺ 3 എന്നാണ് ഇതിൻ്റെ ഓയിലിൻ്റെ ഗ്രേഡ് വരുന്നത്. മുൻപ് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് അതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം, നോക്കിയാൽ അറിയാൻ സാധിക്കും. അപ്പോൾ ഡെക്സ്ട്രോൺ 3 ആണ് ഇതിൻ്റെ ഓയിൽ ഗ്രേഡ് വരുന്നത്, പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓയിൽ ഗ്രേഡ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പൈപ്പും കാര്യങ്ങളും എല്ലാം ഏതൊരു വാഹനം നോക്കിയാലും, അത് അവരെ പുതിയ വാഹനമാണെങ്കിലും പഴയ വാഹനമാണെങ്കിലും നിലവിൽ കമ്പനി സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിലും പുറത്ത് ചെയ്യുന്നതാണെങ്കിലും നമുക്ക് ഈ ടാങ്കിൻ്റെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഇവിടെ എല്ലാം ഓയിൽ കനിവ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പൈപ്പിൻ്റെ ഭാഗത്തെല്ലാം ഓയിൽ കനിവ് ഓൾറെഡി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് കുറവല്ല, കംപ്ലൈൻറ്റും അല്ല, പക്ഷേ പീരിയോഡിക്കലായിട്ട് നിങ്ങൾ ഓയിൽ മാറാത്തതിൽ പറ്റുന്ന പ്രശ്നമാണ്. ഓക്കെ, ഓയിൽ മാറേണ്ട ടൈം ആകുമ്പോൾ തന്നെ അറിയുവാനായിട്ട് സാധിക്കും. ഓയിലിൻ്റെ ആ ഒരു കളറിന് ചേഞ്ച് വരും, അതുപോലെ തന്നെ ഫിൽറ്ററൊക്കെ അടവ് വരും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ ഇത് എല്ലാവരുടെയും അറിവിലേക്ക് ഷെയർ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം.